ഇന്നത്തെ ഉറവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സൈജു എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യാൻ വേണ്ടി സൈജുവിനെ ഞങ്ങളുടെ സെക്രട്ടറി സൈജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കേൾക്കാനായിട്ട് ആകാംക്ഷയായിട്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ ഫാദർ ടോബി ജോസഫ് അച്ഛനാണ്. ആത്മമിത്രയിലാണ്. അച്ഛൻ്റെ ക്ലാസ്സുകൾ എല്ലാവരും കേട്ട് ഇതിനു മുമ്പും അച്ഛൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വളരെ നല്ല ക്ലാസ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ഇന്നത്തെ അധ്യക്ഷനായിട്ട് ഈ ഉറവിന്റെ അധ്യക്ഷനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ജോൺ ബേബി സാറാണ്. സാറിനെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സർ. ഇന്നത്തെ ക്ലാസ്സിന്റെ എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഫാദർ ടോബി ജോസഫ് SJ ആണ്. അച്ഛനെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രസാദ് സാറ് ഇന്നിവിടെ ഉണ്ട്. പ്രസാദ് സാറ് നമ്മുടെ എല്ലാവർക്കും നല്ല സുപരിചിതനായ വ്യക്തിയാണ്. നമ്മുടെ കൂടെ എന്നും ഉള്ളതാണ്. സാറിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. സാറിനെ എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടെ ഒരു പൂച്ചണ്ട് നൽകി സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ നന്ദി പറയാനായിട്ടും നമ്മുടെ MC ആയിട്ടും ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രഷററായിട്ടുള്ള പോൾ സാറാണ്. സാറിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും എല്ലാവരുടെയും പേര് എനിക്ക് പറയണമെന്നുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജോൺ ബേബി സാറേ. താങ്ക് യു. Dear President Selina Madam, our ex-president and our mentor, Dr. Joseph Sir, Secretary Saiju Sir, Treasurer Paul Padayati Sir, Stephen Sir, Tagsima Madam, and Prasad Sir, and all other dignitaries. Success we talk in the morning till night. Whether success in life means lot of things. Success in married life, success in studies, success in career, success in professional life, success as a priest, success as old age couples. Success has many meanings, and in every context it keeps varying. And we have none other than a Jesuit priest, Toby Joseph, to deliver, to enlighten us on success. Jesuit priests are revered throughout the world for their knowledge and their wisdom. And I am very confident he will deliver a wonderful talk which will benefit all of us. And our 90th webinar will be a memorable one for all those who are attending today. With this, I conclude my talks. Thank you for all those who are present here. Thank you all. MK Prasad, please introduce. Thank you, Paul Padayati sir. Thank you all. ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ടോബിയച്ചനാണ്. ടോബിയച്ചനെ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലൊക്കെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം ഭൂരിപക്ഷം ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും അച്ഛന്റെ ശിഷ്യഗണങ്ങളായിരിക്കും. ഇപ്പൊ ബൈജു പാം സാറൊക്കെ ഇവിടെ ചിരിക്കുന്നുണ്ട്. ഞാനും ബൈജു സാറൊക്കെ ഒരേ കാലഘട്ടത്തിൽ അച്ഛന്റെ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നവരാണ്. അതേപോലെ അച്ഛൻ്റെ അടുത്തുനിന്ന് ശിഷ്യത്വം സ്വീകരിക്കാതെ ട്രെയിനിങ് രംഗത്ത് സൈക്കോളജി രംഗത്തൊക്കെ ഉള്ളവർ കേരളത്തിൽ വളരെ ചുരുക്കമായിരിക്കും. അങ്ങ് ആയറ്റത്തുനിന്ന് തിരുവനന്തപുരം മുതൽ
കാസർഗോഡ് വരെയുള്ളവരെല്ലാവരും ആത്മമിത്രയിൽ വന്ന് ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോയിരിക്കുന്നവരായിരിക്കാം. ഞാൻ തന്നെ അച്ഛൻ്റെ NLP, ബേസിക്, അഡ്വാൻസ്ഡ്, ഗ്രാൻഡ് മാസ്റ്റർ, അതേപോലെ ട്രെയിനേഴ്സ് ട്രെയിനിങ്, പിന്നെന്താ നമ്മുടെ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരുപാട് ട്രെയിനിങ്ങുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് നമുക്ക് എൻ്റെ ഈ കരിയറിൽ, അതായത് സൈക്കോളജി ട്രെയിനിങ് രംഗത്തുള്ള കരിയറിൽ 3 പേരെയാണ് മറക്കാൻ പറ്റാത്തത്. ഈ 3 പേരുടെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഈ കരിയറിൽ വലിയ നഷ്ടം ഉണ്ടാകും ആയിരുന്നു എന്ന് തോന്നിയിരിക്കുന്ന 3 പേരാണ്. ഒന്ന് ടോബിച്ചനാണ്. ടോബിച്ചൻ പലപ്പോഴും നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങളിലൊക്കെ പലപ്പോഴും സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. അതേപോലെ വേറെ നമ്മുടെ പുതുശ്ശേരി അച്ഛനാണ്, സാന്ത്വനയിലെ പുതുശ്ശേരി അച്ഛനാണ്. അതേപോലെ മൂന്നാമത്തതും നമ്മുടെ KS സെബാസ്റ്റ്യൻ സാറാണ്, TA ഗുരു KS സെബാസ്റ്റ്യൻ സാറാണ്. നമ്മളെ അകാലത്തില് നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞു പോയ KS സെബാസ്റ്റ്യൻ സാറ്. ഇവര് ഗുരുസ്ഥാനത്ത് വളരെയധികം ബഹുമാനിക്കുന്ന ഒരുപാട് പേരുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ 3 പേരുടെ ശിഷ്യത്വം സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം ഉണ്ടായി അങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ടോബിച്ചൻ. ടോബിച്ചൻ ആത്മമിത്ര കാലടി, ആരെങ്കിലും ഇതിൽ അറിയാത്തവരുണ്ടെങ്കിൽ കാലടിയിലുള്ള ആത്മമിത്ര എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട്. സെന്റർ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഓഫ് ടീനേജേഴ്സ് ആൻഡ് യൂത്ത് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഡയറക്ടറാണ് അച്ഛൻ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അതുപോലെ നെറ്റ് കെമിസ്ട്രിയിൽ നെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. പിന്നെ സൈക്കോതെറാപ്പിസ്റ്റ് ആണ്, കൗൺസിലറാണ്, NLP ഗ്രാൻഡ് മാസ്റ്റർ ട്രെയിനറാണ്, ഇന്റർനാഷണൽ ട്രെയിനറാണ്. അതുപോലെ തന്നെ ഒരുപാട് ബുക്കുകൾ, ഇത് 12ഓളം ബുക്സ് അച്ഛൻ തന്നെ എഴുതിയിട്ടുണ്ട്. ട്രെയിനേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന, പരിശീലകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, കൗൺസിലേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന 12ഓളം ബുക്കുകൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആത്മമിത്രയിൽ ഒരുപാട് ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെയും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് NLPയിലെ ബുക്കുകളുണ്ട്, എനിയാഗ്രാമിന്റെ ബുക്കുണ്ട്, ടിയുടെ ബുക്കുണ്ട്, TCയുടെ ബുക്കുണ്ട്, സെൽഫ് എസ്റ്റീമിന്റെ ബുക്കുണ്ട്, സൈക്കോതെറാപ്പിയുടെയും കൗൺസിലിംഗിന്റെ ഒക്കെ ബുക്കുണ്ട്, സൈക്കോളജിയുടെ ബുക്കുണ്ട്, ടീനേജേഴ്സിനുള്ള ബുക്കുണ്ട്, യൂത്തിനുള്ള ബുക്കുണ്ട്. അങ്ങനെ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അച്ഛൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കാൻ 365 ദിവസം ട്രെയിനിങ് നടക്കുന്ന ഒരു സെന്ററാണ് ഈ ആത്മമിത്ര എന്ന് പറയുന്നത്. ഒരു ദിവസം പോലും ഒഴിവില്ല. ഒരു 5 ദിവസം NLP കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഒട്ടും ക്ഷീണമില്ലാതെ അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി 9 മണി 9 വരെയൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അച്ഛനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു ഫാദർ. താങ്ക് യു. Father, the stage is yours. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. Good evening. ഞാൻ കഥ എന്ന് പറയുന്ന ഒരു തിയറി പ്രസന്റ് ചെയ്തുകൊണ്ട് ആദ്യം തുടങ്ങാം. നമ്മുടെ വിഷയം റൈറ്റിംഗ് എ സക്സസ് സ്റ്റോറി എന്നുള്ളതാണ്. അപ്പൊ കഥ ഞാൻ ഇങ്ങനെയാണ് പറയുക: കഥ പറയുക, കഥകൾ പറയുക, നമ്മുടെ കഥയും പറയുക. ഞാൻ ആവർത്തിക്കുന്നു: കഥ പറയുക, കഥകൾ പറയുക, നമ്മുടെ കഥയും പറയുക. കഥ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് പരിശീലകരോട് ഞാൻ പറയുന്ന ഒരു തിയറി പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് ആരംഭിക്കുക. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കഥ പറയുക. കാരണം കഥ എല്ലാവർക്കും ഇഷ്ടമാണ്, കഥ എല്ലാവരെയും സ്വാധീനിക്കും. കഥകൾ പറയുക. നമ്മൾ കേവലം ഒരു ടോക്കിൽ, ഒരു സെഷനില് ഒരു കഥ പറഞ്ഞാൽ പോരാ. പറ്റുമെങ്കിൽ കഥകൾ കോർത്തിണക്കി അർത്ഥവത്തായിട്ട് അവരുടെ ഹൃദയങ്ങളിലേക്ക് കയറാൻ നമുക്ക് പറ്റണം. അവരുടെ മനസ്സുകളിൽ ഒരു സ്വാധീനം ചെലുത്താൻ നമുക്ക് പറ്റണം. അപ്പൊ കഥകൾ പറയണം. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്, നമ്മുടെ കഥ പറയണം. ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന, ട്രെൻഡായിരിക്കുന്ന ഒരു പറച്ചിലിപ്പ് ഇവിടെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാം. ഞാൻ എന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ പറയും അച്ഛൻ തള്ളുവാണെന്ന് പറയും. അല്ലെങ്കിൽ അവരുടെ കഥ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു പക്ഷെ പെട്ടെന്ന് പൊതുജനം പ്രതികരിക്കുക അതേ തള്ളല്. ചിലപ്പോൾ അവർ കൈകൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷനും കാണിക്കും, കളിയാക്കിക്കൊണ്ട്. എന്നാൽ സ്വന്തം അനുഭവ കഥ പറയുന്നതിന് അതിൻ്റെതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ്, നമ്മുടെ മുഖം അത് പ്രതിഫലിപ്പിക്കും.
അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കേട്ടിരിക്കുന്നവർക്ക് വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ല. കാരണം the story they hear is very very credible. അനുഭവം അതില് കലർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കണ്ണുകൾ കാണുമ്പോൾ, നമ്മുടെ മുഖം കാണുമ്പോൾ അവർക്ക് പ്രകടമായിട്ട് വരും. 3 സ്റ്റെപ്പ് ക്ലിയർ ആയി. കഥ പറയുക, കഥകൾ പറയുക, നമ്മുടെ കഥയും പറയുക. ഇനി അടുത്ത 3 സ്റ്റെപ്പിലേക്ക് ഞാൻ പോവുകയാണ്. കഥ പറയിക്കുക. നമുക്കറിയാം, വളരെ ചെറിയ ക്ലാസ്സുകളിൽ പോലും നമ്മൾ കുട്ടികളെ സ്കൂളുകളിലൊക്കെ കഥ പറയാൻ പഠിപ്പിക്കും. അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി നിന്ന് ഒരു കൂട്ടം കുട്ടികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു കഥ പറയാൻ ശേഷി ലഭിച്ചു കഴിഞ്ഞാൽ ആ കഥയുടെ രസം, അല്ലെങ്കിൽ ആ കഥ സംവേദനം ചെയ്യുന്നതിന്റെ രസത്തിൽ രംഗഭീതി ഒന്നുമില്ലാതെ ആ കുഞ്ഞ് ആ കഥ മുഴുമിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിന് സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്. ഇപ്പൊ കഥ പറയുന്നത് ഒരു ആത്മവിശ്വാസം കൊടുക്കലിന്റെ ഒരു പ്രത്യേക ഘട്ടമാണ്. 4ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ കഥകൾ പറയിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കഥ പറഞ്ഞാൽ പോലെ പല കഥകൾ കോർത്തിണക്കി പറയണം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ പറയാം, കഥ പറയിച്ചാൽ പോരാ, പല കഥകൾ ചേർത്ത് അവർക്ക് കഥകൾ ഒരാശയവിനിമയം നടത്താൻ സാധിക്കണം. 5 ഘട്ടമായി. 6ാമത്തെ ഘട്ടത്തിൽ അവർ അവരുടെ കഥയും പറയണം. സ്വന്തം ജീവിതാനുഭവം അവർക്ക് കഥയായിട്ട് പറയാനാവണം. ഞാൻ 6 സ്റ്റെപ്പുകളും ഒന്ന് ആവർത്തിക്കുകയാണ്. ആവർത്തന വിരസതയില്ലാതെ തന്നെ. കഥ പറയുക, കഥകൾ പറയുക, സ്വന്തം കഥയും പറയുക. കഥ പറയിക്കുക, കഥകൾ പറയിക്കുക, അവരുടെ കഥയും പറയിക്കുക. ഇനി 7ാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 7ാമത്തെ സ്റ്റെപ്പ് ഇതാണ്. അവർ പറയുന്ന അവരുടെ കഥ അത് ഒരു വിജയ കഥയാക്കി പറയിക്കാനായാൽ നമ്മൾ പിന്നീട് ആ വ്യക്തിയെ സഹായിക്കേണ്ടി വരില്ല. ഞാൻ ആവർത്തിക്കുന്നു, 7 സ്റ്റെപ്പുകൾ ഒരുമിച്ച് ആവർത്തിക്കുന്നു. കഥ പറയുക, കഥകൾ പറയുക, സ്വന്തം കഥയും പറയുക. കഥ പറയിക്കുക, കഥകൾ പറയിക്കുക, അവരുടെ കഥയും പറയിക്കുക. 7ാമത്തെ ഏറ്റവും വലിയ സ്റ്റെപ്പ്, അവർ പറയുന്ന അവരുടെ കഥ ഒരു വിജയ കഥയാക്കി പറയിക്കാനായാൽ നമ്മൾ പിന്നെ ആ വ്യക്തിയെ സഹായിക്കേണ്ടി വരില്ല. കാരണം അവർ അവരുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. They will know what they are running for. They will know what goal they are moving forward to. അപ്പൊ വ്യക്തമായിട്ട് ആ ലക്ഷ്യം കണ്ടുകൊണ്ട് അവർ കുതിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് പിന്നെ നിയന്താക്കളുടെ ആവശ്യമില്ല, മെന്റേഴ്സിന്റെ ആവശ്യമില്ല. അവര് അവരുടെ സക്സസ് നേടിയെടുത്തിരിക്കും. കഥയെക്കുറിച്ചുള്ള ഈ ഒരു തിയറി ആമുഖമാക്കി വെച്ചുകൊണ്ട് ഞാൻ വെറുതെ ഏതാനും ഉദാഹരണങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്ത് സംഭവിക്കും? വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരം, ആ മരത്തിന്റെ ഒരു ശിഖരം വെട്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? മരത്തിന്റെ ശിഖരം വെട്ടപ്പെട്ടാൽ ആ വെട്ടിയിടത്തു നിന്ന് അനേകം മുളകൾ ഒരുമിച്ച് വളർന്നു വരും. പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു റെസ്പോൺസ് അതാണ്. അതായത് ഒരു മുള മുറിച്ചാൽ, അല്ലെങ്കിൽ ഒരു ശിഖരം മുറിച്ചാൽ അവിടെ നിന്ന് അനേകം ശിഖരങ്ങൾ പൊട്ടിവരും. എന്നാൽ നമ്മൾ അല്പം നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ചോളൂ. അങ്ങനെ ശിഖരങ്ങൾ മുളച്ചു വന്നില്ലെങ്കിലോ? ശിഖരങ്ങൾ മുളച്ചു വന്നില്ലെങ്കിൽ സംഭവിക്കുന്ന എന്താ? ആ വെട്ടിയിടം ഒരു മുട്ടായിട്ട് പരിണമിക്കും. ആ മുട്ട ഭാവിയിൽ ആ മരത്തിലേക്ക് ചവിട്ടിക്കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായമായിട്ട് ഭവിക്കും. ഞാൻ ആവർത്തിക്കുന്നു, വെട്ടി മുറിവേൽപ്പിക്കപ്പെട്ട മരത്തിലുണ്ടാകുന്ന ഒരു മുട്ടുപോലും
ഭാവിയിൽ ആ മരത്തിന്റെ മുകളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചവിട്ടുപടിയായിട്ട് നിലനിൽക്കും. വെട്ടപ്പെടുന്നത് വേദനയുടെ അനുഭവമാണ്. അവിടെ തഴച്ചു വളരുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം. എന്നാൽ അതിന് ശേഷിയില്ലാതെ വരുമ്പോൾ പോലും അവിടെ രൂപപ്പെടുന്ന മുട്ടോ ആ മരത്തിന്റെ ജീവിതത്തോടുള്ള ആവേശം പ്രകടമാക്കും. അതായത് മുറിവിലുണ്ടായ വേദനയിലുണ്ടായ മുട്ടുപോലും ഭാവിയിൽ ആ മരത്തിലേക്ക് ചവിട്ടിക്കയറാൻ ചവിട്ടുപടിയായിട്ട് ഭവിക്കും. രണ്ടാമതൊരു ഉദാഹരണത്തിലേക്ക് പോവുക. ഒരു സ്ത്രീയുടെ പ്രസവ വേദന മനുഷ്യൻ അറിയാവുന്ന വേദനകളിൽ ഏറ്റവും വലുതാണെന്നൊക്കെ കവിഭാവനയിൽ പറയും. ചിലര് പറയാറുണ്ട് പ്രസവ വേദന 20 എല്ലുകൾ ഒരുമിച്ച് വലിച്ചു മാറ്റുന്നത് പോലെയാണ് എന്ന് പറയാറുണ്ട്. ശരിയാണോ അല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആദ്യ പ്രസവം 20 എല്ലുകൾ ഒരുമിച്ച് ഒടിക്കുന്നത് പോലെയാണ്. കാരണം ദ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഈ വേദന അത് എന്തു തന്നെ ആവട്ടെ, അത് ഏറ്റവും വലിയ വേദനയാണോ എന്നുള്ളത് നമ്മൾ ഒരു പക്ഷെ പുരുഷന്മാർക്ക് അറിയില്ല. അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾ ഒരു പക്ഷെ പറയുമായിരിക്കും. അത് ഈ പറയുന്ന കവിഭാവനയോട് ചേർന്ന് പോകുമോ ഇല്ലയോ എന്ന് ഒരു പക്ഷേ അവർക്ക് പോലും പറയാനാവില്ല. കാരണം കൃത്യം 20 അസ്ഥികൾ വലിച്ചു മാറ്റുന്നത് പോലെയാണോ അല്ലെങ്കിൽ 20 അസ്ഥികൾ ഒടിച്ച് പരുവപ്പെടുത്തുന്നത് പോലെയാണോ എന്ന് അവർക്ക് പോലും പറയാനാവില്ല. കാരണം അവരുടെ മനസ്സ് അവിടെയൊന്നും അല്ല, ആ കമ്പാരിസൺസിൽ ഒന്നുമല്ല. ആ വേദന അനുഭവിക്കുന്ന സ്ത്രീ ആ വേദന മുഴുവൻ മറക്കുകയാണ്. കുഞ്ഞിന്റെ ആദ്യ കരച്ചിൽ കേൾക്കുമ്പോൾ, കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ, കുഞ്ഞിനെ ആദ്യമായിട്ട് പാലൂട്ടി തുടങ്ങുമ്പോൾ. ഞാൻ പറഞ്ഞു വരുന്ന ഉദാഹരണങ്ങളിൽ ഇപ്പൊ ഈ 2 ഉദാഹരണങ്ങളിലും വളരെ വ്യക്തമായിട്ട് വേദന വിജയത്തിന് കൈമാറുന്നതായിട്ടാണ്. ഞാൻ മൂന്നാമത് ഒരു ഉദാഹരണം കൂടി എടുക്കുകയാണ്. അതൊരു ക്രിസ്ത്യൻ ഉദാഹരണമാണ്, ക്ഷമിക്കുക. കുരിശിൽ മരിച്ച യേശുക്രിസ്തു ഉത്ഥാനം ചെയ്യുമ്പോൾ കുരിശിന്റെ അല്ലെങ്കിൽ അതിനു മുൻപ് അനുഭവിച്ച പീഡകളെ മുഴുവൻ അതിജീവിക്കുകയാണ്. അതിജീവനത്തിന്റെ ഒരു ചിത്രം there is in resurrection. അത് യേശുവിന്റെ റിസറക്ഷൻ ആയാലും in every resurrection, ഓരോ ഉയർപ്പിലും സഹനങ്ങളോട് പടവെട്ടിക്കൊണ്ടുള്ള മനുഷ്യന്റെ ഓരോ ഉയർത്തെഴുന്നേൽപ്പിലും there is a resurrection. അവിടെ ഒരു അതിജീവനമുണ്ട്. ആ അതിജീവനത്തിൽ കടന്നുപോയ വേദനകൾ ഒന്നുമല്ലാതാവുകയാണ്. കടന്നുപോയ വേദനകൾക്കപ്പുറത്തുള്ള ഒരു വിജയത്തിലേക്ക് ഓരോ അതിജീവനവും വ്യക്തികളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ പറഞ്ഞ 3 ഉദാഹരണങ്ങളിലും വേദനയിലൂടെ വിജയം എന്ന ഒരു സൂചനയിലേക്ക് നയിക്കുകയാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഐ എം നോട്ട് സ്റ്റേറ്റിംഗ് ദാറ്റ് പെയിൻ ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്. അങ്ങനെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്ത് ഏതു വേദനയെയും രക്ഷാകരമായി സാൽവിഫിക് ആയിട്ട് രൂപാന്തരപ്പെടുത്താനുള്ള ഒരു ശേഷി മനുഷ്യർക്ക് സ്വതവേ ഉണ്ട്. ഏതു വേദനയെയും വളരെ ധനാത്മകമായി വിജയത്തിലേക്ക് നയിക്കാൻ തക്ക പോലെ അതിനെ അതിജീവിക്കാനുള്ള ശേഷി മനുഷ്യ ഹൃദയങ്ങൾക്കുണ്ട്. ഞാൻ വീണ്ടും ഒരു ഉദാഹരണം എടുക്കുകയാണ്. നാലപ്പാട്ടിന്റെ കണ്ണുനീർ തുള്ളിയിലെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ: ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. സ്വർണത്തെ തീയിലിട്ട് ഉരുക്കി ശുദ്ധീകരിച്ച് വിശേഷപ്പെട്ട ആഭരണങ്ങൾക്ക് അതിനെ പാത്രമായിട്ട് ഉപയോഗിക്കുന്നത് പോലെ
ദൈവം മനുഷ്യഹൃദയത്തെ സഹനത്തിന്റെ തീച്ചൂളയിൽ ഒരുക്കുകയാണത്രേ അവിടുത്തെ വിശേഷപ്പെട്ട പദ്ധതികൾക്കായി. അപ്പോൾ വേദന വേണോ വിജയത്തിന്, വേദന വേണോ ദൈവിക പദ്ധതികൾക്ക് എന്ന ചോദ്യത്തെക്കാൾ ഉപരി ഞാൻ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് പെയിൻ when outlived is salvific എന്നൊരു മെസ്സേജാണ്. ഔട്ട്ലിവ് ചെയ്യപ്പെട്ട അതിജീവനം നടക്കപ്പെടുകയാണെങ്കിൽ, അതിജീവനം നടന്നു കഴിഞ്ഞാൽ ഏതു വേദനയും രക്ഷാകരമായി തീരും എന്ന സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചു പോകാറുണ്ട്, ആഗ്രഹിച്ചു പോകാറുണ്ട്. കൗൺസിലിംഗ് രംഗത്ത് നമ്മുടെ മുൻപിൽ വരുന്ന ക്ലയന്റുകളുടെ ഉള്ളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. സാധിച്ചുവെങ്കിൽ ഞാൻ പറയും ആ ക്ലയന്റ് രക്ഷപ്പെടാനും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്നാൽ അത്തരത്തിൽ ഒരു മെസ്സേജ് ഉള്ളിലേക്ക് എടുക്കാൻ ആ ക്ലയന്റിന് സാധിക്കാതെ വന്നാൽ അവിടെ വീണ്ടും ആ ക്ലയന്റിന്റെ അതിജീവനം വൈകുന്നതായിട്ടാണ് നമ്മൾ അനുഭവിക്കുക. അപ്പം there is no crown without pain. മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, മഹത്വത്തിന്റെ കിരീടം ചൂടണമെങ്കിൽ വേദന ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു പറച്ചിലും, ഏതു വേദനയും അത് അതിജീവനത്തിന്റെ പാതയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് സാൽവിഫിക് ആക്കി മാറ്റാം എന്നുള്ള സൂചനയും ഞാൻ ഒരുമിച്ച് വെക്കുകയാണ്. ഇത് എന്റെ ആശയമല്ല. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം ഇതാണ്: അൺഏൺഡ് സഫറിംഗ് ഈസ് റിഡംപ്റ്റീവ്. തൻ്റെതല്ലാത്ത ചെയ്തികൾ കൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് വന്ന വേദനകൾ രക്ഷാകരമാണ്. അൺഏൺഡ് സഫറിംഗ് ഈസ് റിഡംപ്റ്റീവ്. അപ്പൊ തൻ്റെതല്ലാത്ത ചെയ്തികൾ കൊണ്ട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ആ വേദനകൾ രക്ഷാകരമായി ഭവിക്കും. വ്യക്തി ആ വേദനകളെ അതിജീവിക്കണം എന്ന് മാത്രം. ഈ അതിജീവനമാണ് വാസ്തവത്തിൽ ഞാൻ സക്സസ് സ്റ്റോറിയുടെ ഭാഗമായിട്ട് കാണുക. ഇപ്പൊ എന്താണ് ഒരു സക്സസ് സ്റ്റോറി എന്ന് നിങ്ങൾക്കൊരു പക്ഷേ വ്യക്തത ഇനിയും വന്നിട്ടില്ല എങ്കിൽ, നമ്മള് വിജയ കഥകളായിട്ട് വായിക്കുന്ന, കേട്ടറിഞ്ഞിട്ടുള്ള ഏത് കഥയും നമ്മൾ കേട്ടു നോക്കുക. അതില് ഒരു സക്സസ് സ്റ്റോറിയുടെ ഡയമെൻഷൻ ഉണ്ട്. അവർ അതിജീവനം നടത്തി കഴിഞ്ഞാൽ, ഒരു തകർച്ചയുണ്ടായി, ഒരു ക്രൈസിസ് ഉണ്ടായി, ഒരു കടബാധ്യതയുണ്ടായി, ഒരു പരാജയമുണ്ടായി, പരീക്ഷയിൽ തോറ്റുപോയി, ഇന്റർവ്യൂവിൽ ക്വാളിഫൈ ചെയ്തില്ല, അപകടമുണ്ടായി, പരിക്കുപറ്റി, മരണം സംഭവിച്ചു, അകാല മരണം സംഭവിച്ചു, പ്രിയപ്പെട്ടവർ മരിച്ചുപോയി. ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളിലും നമ്മള് വേദനയുടെ ഒരു മാനം കാണും. ആ വേദന അത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് സഹിക്കാനാവാത്തതാ. പലപ്പോഴും അവര് അതിൽ നിന്ന് പുറത്തു വരാൻ സമയമെടുക്കും, ചിലർ പുറത്തു വരാതിരിക്കും. എന്നാൽ ആ വേദനകളെ അതിജീവനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ they can make a success story out of their lives. ഞാനിത് പറയുമ്പം എൻ്റെ മനസ്സിൽ പല മുഖങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങളിലേക്ക് പോവുകയാണ്, വ്യക്തിപരമായിട്ട് ആരെയും മെൻഷൻ ചെയ്യാതെ തന്നെ ചില ക്ലാസ് ഓഫ് ഇൻഡിവിജ്വൽസ് നിങ്ങൾക്ക് ഒരു പക്ഷെ പരിചയം ഉണ്ടാകും. നമ്മൾ പറയില്ലേ, എട്ടും പൊട്ടും തിരിയാത്ത ലെവലില് ജീവിതത്തിൽ പെരുമാറിക്കൊണ്ടിരുന്ന ചില സ്ത്രീകള് അകാലത്തിൽ വൈധവ്യ ശാപം ഏറ്റുവാങ്ങി അവർ പിന്നെ അവരുടെ മക്കളെ വളർത്തുന്ന രീതി കണ്ടാൽ ആ സ്ത്രീ തന്നെയാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അവർക്കറിയാവുന്ന തൊഴിൽ പരിശീലിച്ച്, ചിലര് അതിനുശേഷം പഠിച്ച് പ്രാവീണ്യം നേടി
ചില തൊഴിൽ മേഖലകളിലേക്ക് പ്രവേശിച്ച് അവരുടെ മക്കൾക്ക് വേണ്ടി ഒറ്റയാൾ പട്ടാളമായി പൊരുതി അവർ നേടിയെടുത്തു മുന്നേറുന്നത് കാണുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, ഈ സ്ത്രീ തന്നെയാണോ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് എന്ന്. ഭർത്താവിന്റെ അകാലമായിട്ടുള്ള വിയോഗം അതുണ്ടാക്കിയ ഷോക്കിനെ അതിജീവിച്ച് ആ സ്ത്രീ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് അവർക്കും അവരുടെ മക്കൾക്കും അവരുടെ കുടുംബത്തിനും ഒരു അതിജീവന കഥയായിട്ട് മാറുകയാണ്. ആൻഡ് ഇറ്റ് ബിക്കംസ് എ സക്സസ് സ്റ്റോറി ഫോർ ദം. തകർച്ചകളിൽ നിന്ന് അത്തരത്തിൽ എഴുന്നേറ്റ് വന്നിട്ടുള്ള ആളുകൾ മനുഷ്യ ചരിത്രത്തിലുണ്ട്. പലതവണ യുദ്ധമുഖത്ത് പരാജയപ്പെട്ടവർ നമ്മള് പറയാറുണ്ട്, റോബർട്ട് ബ്രൂസിന്റെ കഥ പറയാറുണ്ട്. പലതവണ 7 തവണയോ മറ്റോ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഓടി ഒളിച്ച് ഗുഹയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ അവിടെ ചിലന്തി വല നെയ്യുന്നത് കണ്ടിട്ട് 7 തവണ അടുപ്പിച്ചുള്ള പരിശ്രമം പരാജയപ്പെട്ടിട്ടും 8ാം തവണ ആവേശത്തോടെ ശ്രമിച്ച് ആ ചിലന്തി വിജയിച്ച് വല കെട്ടി തീർക്കുന്നത് കണ്ടപ്പോൾ ആവേശം ഉൾക്കൊണ്ട് റോബർട്ട് ബ്രൂസ് തന്റെ യുദ്ധമുന്നണിയിലേക്ക് മടങ്ങിച്ചെന്നുവെന്നും വിജയം കൊയ്തുവെന്നും ചരിത്രം പറയുന്നു. 7 ആണോ 6 ആണോ ആ എണ്ണത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തു തന്നെ ആയാലും പ്രകൃതിയിലെ ഒരു ഉദാഹരണം അദ്ദേഹത്തെ ആവേശഭരിതനാക്കിയെന്നും തിരിച്ച് അദ്ദേഹം യുദ്ധമുന്നണിയിൽ എത്തുന്നുവെന്നും വിജയം കൊയ്തുവെന്നും ഒക്കെയാണ് പറയുക. അപ്പോ യുദ്ധമുന്നണിയിൽ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മാറിയതായാലും ഒരു മേഖലയിൽ പരാജയപ്പെട്ടിടത്തു നിന്ന് വിജയിക്കാനുള്ള ആവേശത്തിൽ നീങ്ങുന്നതായാലും തകർച്ചയിൽ നിന്ന് തരിപ്പണമായി കിടന്ന ഇടത്തു നിന്ന് എഴുന്നേറ്റ് നടക്കുന്നതായാലും അംഗവൈകല്യം സംഭവിച്ചിട്ടും കയ്യും കാലുമുള്ളവരെക്കാൾ പ്രാവീണ്യത്തോടെ ജീവിതത്തെ നേരിടുന്നതിലായാലും വലിയ വേദനകൾ മനുഷ്യ ഹൃദയത്തെ തകർക്കുമെന്നിരിക്കെ ആ വേദനകളെല്ലാം ഏറ്റിട്ടും ഒട്ടും കൂസാതെ ജീവിതത്തെ നേരിടാൻ ഒരുങ്ങി അവർ ജീവിത മുന്നണിയിൽ എത്തിച്ചേരുന്നതായിട്ടുമൊക്കെ നമുക്ക് ധാരാളം ജീവിതാനുഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ മുൻപിൽ അവരുടെ ജീവിത കഥകൾ പറയാനെത്തുന്ന ക്ലൈംസില് നമുക്ക് ഈ ഒരു സമീപനം ദൃശ്യമാണ്. ചിലരിൽ ഈ ഒരു സമീപനം ദൃശ്യമാണ്. ഉന്തുവണ്ടിയിൽ പുസ്തകം വിറ്റ് നടന്ന ആള് പുസ്തക വ്യവസായി ആവുക, ചുമട്ടു തൊഴിലാളിയായിരുന്ന ആള് പത്ര വ്യവസായി ആവുക, ആശുപത്രി ഉടമയാവുക, ഇങ്ങനെയൊക്കെ തകർച്ചകളോ താഴ്ചകളോ അതിനപ്പുറത്തേക്ക് മനുഷ്യ വ്യക്തികൾ കുതിച്ചു പോകുന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. പി.ടി. ഉഷ. പി.ടി. ഉഷ ഇന്ത്യക്ക് വേണ്ടി മെഡലുകളൊക്കെ നേടി. ഒളിമ്പിക്സിൽ 4ാം സ്ഥാനം, സെക്കൻഡിന്റെ എന്തോ 100-ൽ 1 അംശത്തിന് വോട്ട് മെഡൽ ഒളിമ്പിക്സിൽ നഷ്ടമായി. വലിയ ദുഃഖ നായികയായിട്ടൊക്കെയാണ് പി.ടി. ഉഷ മടങ്ങി വരുന്നത്. പക്ഷെ ഒരു ഇന്ത്യക്കാരി എത്താവുന്നതിന്റെ അന്ന് വരെ എത്താവുന്നതിന്റെ പരമാവധി എത്തിയ സന്തോഷമുണ്ട് എങ്കിലും സങ്കടപ്പെട്ട് തിരിച്ചു വന്ന് വിവാഹിതയായ ഒരു കുഞ്ഞിന്റെ അമ്മയായി അവൾ തിരിച്ചു വരാനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ അവൾ വീണ്ടും പരാജയപ്പെട്ടപ്പോഴും ഒരിക്കൽ വളരെ വേദനാജനകമായ ഒരു അനുഭവം അവൾക്കുണ്ടായി. അതായത് അവളുടെ അനുഭവം വെച്ചിട്ട് ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ അവൾ കൊയ്ത മെഡലുകളുടെ എണ്ണത്തിന്റെ ആ ബഹുമാനം വെച്ചിട്ട് എപ്പോഴോ ഒരിക്കൽ അവളുടെ കയ്യിൽ ഇന്ത്യൻ പതാക കൊടുക്കുന്നു. ഇന്ത്യൻ എന്താ പറയുക, ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റില്, ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിലാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫുക്കോക്ക ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിലാണ്. ആ മീറ്റില് ഇന്ത്യൻ കണ്ടിൻജന്റിനെ നയിക്കാൻ, ഇന്ത്യൻ പതാക വഹിക്കാനുള്ള രീതിയിൽ പി.ടി. ഉഷ തെരഞ്ഞെടുക്കപ്പെടുകയും എന്നാൽ അത് ചെയ്യാൻ ചെന്നപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട മേലധികാരി അവളുടെ കയ്യിൽ നിന്ന് ദേശീയ പതാക
തട്ടിപ്പറിച്ചു വാങ്ങി മറ്റൊരാളെ ഏൽപ്പിച്ച വേദനിപ്പിക്കുന്ന ഒരു സംഭവം PT ഉഷയുടെ ജീവചരിത്രത്തിലുണ്ട്. എപ്പോഴോ മലയാള മനോരമയിൽ സൺഡേ സപ്ലിമെന്റില് അവളെ കുറിച്ച് എഴുതപ്പെട്ട ഒരു വിവരണത്തില് ഈ സംഭവം വിവരിക്കുന്നുണ്ട്. എന്നെ ഏറെ ചിന്തിപ്പിച്ച, എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഹർ ഫൈറ്റ് ബാക്ക്, അവളുടെ തിരിച്ചുള്ള പോരാട്ടം, അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ടും ഒരു കുട്ടിയുടെ അമ്മയായി കഴിഞ്ഞിട്ടും കൊടിയ പരിശീലനത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് വീണ്ടും ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടുന്ന ലെവലിലേക്ക് ആ സംഭവത്തിന് ശേഷം അവൾക്ക് എത്താനായിട്ട് കഴിഞ്ഞു. എന്നിട്ടാണ് അവൾ ഈ ഒരു ട്രാക്ക് ആൻഡ് ഫീൽഡ് ഐറ്റത്തിൽ നിന്ന് അവൾ പിൻവലിയുന്നത്. അതുപോലും പിൻവലിയലല്ല, എനിക്ക് നേടാൻ കഴിയാഞ്ഞത് എന്റെ ശിഷ്യഗണത്തിന് നേടാൻ അവസരം ഒരുക്കണമെന്ന് കരുതി ഒരു പരിശീലകയുടെ റോളിലേക്ക് അവൾ മാറുന്നതും പിന്നീട് കായിക രംഗത്തെ തന്നെ നയിക്കുന്ന രീതിയിലേക്കൊക്കെ PT ഉഷ രൂപാന്തരപ്പെടുന്നതും. ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ഉദാഹരണങ്ങളിലും ഈ കഥകളിലും ഒക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ there is ഒരു അതിജീവനമുണ്ട്. ആ അതിജീവനത്തിൽ there is a transformation from being a victim to a victor. ഒരേരയായിരിക്കുന്നിടത്ത് നിന്ന് വിജയിയായിരിക്കുന്നിടത്തേക്കുള്ള ഒരു രൂപാന്തരമുണ്ട്. നമ്മൾ പലപ്പോഴും പറയും വിക്ടിം പൊസിഷൻ എടുക്കുന്നത് കൊണ്ടാണ് പലരും തുടർന്നും സഹിക്കുന്നത്. ആചാര്യന്മാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു പക്ഷേ ഉണ്ട്. അപ്പൊ ഫ്രം ദ വിക്ടിം പൊസിഷൻ ദേ മൂവ് ടു എ വിക്ടർ പൊസിഷൻ, ഒരു വിജയിയുടെ പൊസിഷനിലേക്ക് മാറുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് നമ്മൾ വിജയകഥ രൂപപ്പെടുന്നത് കാണുന്നത്. അപ്പൊ അൺഏൺഡ് സഫറിങ് ഈസ് റിഡംറ്റീവ് എന്ന ഗാന്ധിയൻ വാക്യം മനസ്സിൽ ഓർത്തുകൊണ്ടും അതേസമയം സ്വർണം ഉലയിലിട്ട് കാച്ചപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് വിശേഷപ്പെട്ട ആഭരണത്തിന് ഒരുക്കപ്പെടുന്നത് പോലെ മനുഷ്യഹൃദയം സഹനത്തിന്റെ തീച്ചൂളയിൽ ഒരുക്കപ്പെടുന്നു എന്ന നാലപ്പാട്ടിന്റെ ചിന്തയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഇത്തരത്തിൽ സഹിച്ചിട്ടുള്ള മനുഷ്യ ജീവിതങ്ങളിലൊക്കെ അതിജീവന മേഖലയിലേക്ക് അവരുടെ ജീവിതാനുഭവത്തെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ they have moved into writing their own success stories എന്ന് നമുക്ക് വ്യക്തമാകും. ഇവിടെ ഇപ്പൊ ഞാൻ ഇതെല്ലാം ഒരു തിയറി രൂപത്തിൽ പറഞ്ഞു വെക്കുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നും തന്നെ നിങ്ങൾക്ക് പ്രാവർത്തിക തലത്തിലാക്കിയിട്ടില്ല. ഇനി എനിക്കത് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു എക്സർസൈസ് നിങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ട് ഇതിന് ശേഷം ഒരു പക്ഷേ KCTUവിന്റെ ഭാരവാഹികളിലൂടെ ഇതിന്റെ വീഡിയോ ലിങ്കും നിങ്ങൾക്ക് എത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള വീഡിയോസിന്റെ ലിങ്ക് പിന്നീട് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യേണ്ടി വന്നാൽ, അതുകൊണ്ട് ഇപ്പോ ഇത് പഠിക്കാനോ നോട്ട് എഴുതാനോ ശ്രമിക്കാതെ നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ തന്നെ ഈ എക്സർസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അനുഭവിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇത് ഒത്തിരി പേരിലേക്ക് എത്തിക്കും. ഒത്തിരി പേരിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ കുറച്ചു പേർക്ക് മാത്രമല്ല അനേകം പേർക്ക് അവരുടെ വേദനകളെ, അവരുടെ പരാജയങ്ങളെ വിജയകഥകളാക്കി രൂപാന്തരപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു പ്രചോദനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ എക്സസൈസിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ, പറ്റുമെങ്കിൽ മറ്റുള്ളവർ കാരണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ സന്തോഷവും ഒരു വലിയ സങ്കടവും നിങ്ങൾ ഒന്ന് മനസ്സിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അത് കരുതി വെക്കണം. ഞാൻ ആവർത്തിക്കുന്നു, മറ്റുള്ളവരുടെ ഇടപെടലിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ സങ്കടവും. കുറച്ചുകൂടെ വ്യക്തത വരുത്തിക്കോട്ടെ. ഒരു വ്യക്തി കാരണം
നിങ്ങൾക്കുണ്ടായ സന്തോഷം എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു കയ്യടിയാകാം, അതൊരു ഹഗ്ഗാകാം, അതൊരു കെട്ടിപ്പിടിച്ച് ഉമ്മയാകാം, അതൊരു തലോടലാകാം, അതൊരു അഭിനന്ദന വാക്കാകാം, അതൊരു വലിയ അസംബ്ലിയിൽ നമ്മളെ ശ്ലാഘിച്ച് സംസാരിച്ചതാകാം, ഒരു അസംബ്ലി അപ്ലോസ് ആകാം, നമുക്ക് ലഭിച്ച ഒരു അവാർഡ് ആകാം, എക്സെട്ര എക്സെട്ര. മറ്റുള്ളവരുടെ ഇടപെടൽ വഴി നടന്നതാണെങ്കിൽ അത്യുത്തമം. അങ്ങനെ ഒരെണ്ണം തിരഞ്ഞെടുക്കുക, ഒരെണ്ണമേ എടുക്കാവുള്ളൂ. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു സങ്കടം, ഒരു വേദനിപ്പിക്കുന്ന അനുഭവം, അതും തിരഞ്ഞെടുക്കുക. അതും പറ്റുമെങ്കിൽ മറ്റുള്ളവർ വഴി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായിരിക്കണം. അപ്പം വളരെ വലുത് തിരഞ്ഞെടുക്കാൻ ഇല്ലാത്തവർ താരതമ്യേന വലുതെടുക്കുക, വളരെ ചെറുതായിട്ടുള്ളത് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നോൺ കണ്ടന്റ് ആണ്, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അപ്പോ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഐ വുഡ് സേ പെയിൻ എടുക്കുമ്പോൾ, വേദനിപ്പിച്ച അനുഭവം എടുക്കുമ്പോൾ ടേക്ക് ദ വേഴ്സ്റ്റ് വൺ. ടേക്ക് ദ വേഴ്സ്റ്റ് വൺ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വേദനിച്ച അനുഭവം എടുക്കുക. അതൊരു അബ്യൂസ് ആകാം, ഒരു മൊളസ്റ്റേഷൻ ആകാം, ഒരു റേപ്പ് ആകാം, നമ്മളെ പിച്ചി ചീന്തിയ അനുഭവമാകാം, നമ്മളെ ചവിട്ടി തേച്ച അനുഭവമാകാം, നമ്മളെ ഒറ്റപ്പെടുത്തിയ അനുഭവമാകാം, നമ്മളെ ഇരട്ടപ്പേര് വിളിച്ചതാകാം, നമ്മളെ തെറി പറഞ്ഞതാകാം, നമ്മുടെ അപ്പനും അമ്മയ്ക്കും പറഞ്ഞതാകാം, നമ്മുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയതാകാം, പാരമ്പര്യം ചോദ്യം ചെയ്യപ്പെട്ടതാകാം, റാഗ് ചെയ്തതാകാം, ബുള്ളി ചെയ്തതാകാം, നമ്മുടെ ശരീരത്തിൽ വേദന ഏൽപ്പിച്ചതാകാം, എന്തുമാവട്ടെ ഒരെണ്ണം എടുക്കണം. ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് വിച്ച് ഹാസ് ആൻ ഏജന്റ്. രണ്ടിലും ഏജന്റ് ഉണ്ടെങ്കിൽ അതാണ് അത്യുത്തമം ഈ എക്സസൈസിന്. ഞാൻ അല്പസമയം ഒന്ന് പോസ് ചെയ്യാണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പോസ് ചെയ്യുന്നത്. ഒന്ന്, മറ്റുള്ളവർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു സന്തോഷം. രണ്ട്, മറ്റുള്ളവർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു സങ്കടം. 30 സെക്കൻഡ് ഞാനൊന്ന് പോസ് ചെയ്യാണ് നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി. എല്ലാവരും തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണം. ഓക്കെ, ഇനി വളരെ ശ്രദ്ധാപൂർവം ഞാൻ ചെയ്യുന്നത് കാണുക, ഞാൻ പറയുന്നത് കേൾക്കുക. ഇപ്പോൾ നമ്മൾ എക്സസൈസ് തുടങ്ങുകയല്ല, നമ്മൾ എന്താണ് ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞിട്ടാണ്, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങുക. ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ കണ്ണടച്ചായിരിക്കും ചെയ്യുക. എന്നിട്ട് അവസാന ഭാഗത്ത് ഒരു 5 മിനിറ്റ് എടുത്ത് നമുക്ക് അതിനെ ഒന്ന് റിവ്യൂ ചെയ്യണം. അതിൽ എങ്ങനെയാണ് ഈ സക്സസ് സ്റ്റോറിയുടെ ഡയമെൻഷൻ വരുന്നത് എന്ന് കാണണം. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മള് ഇടത് കൈ ഒന്ന് തുറന്നു പിടിക്കും, നെഞ്ചിന്റെ ലെവലില്. കൈ മടക്കി തന്നെ പിടിക്കുക, കാരണം കൈ നീട്ടി പിടിച്ചാൽ നമുക്ക് വലിയ വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ കണ്ണടയ്ക്കും. കണ്ണടച്ചിട്ട് ശ്വാസം ഡീപ്പായിട്ട് എടുത്തു വിടും, മൂക്കിൽ കൂടെ എടുത്ത് വായിക്കൂടെ വിടും. എന്നിട്ട് നമ്മൾ നമ്മുടെ പോസിറ്റീവ് ഇവന്റ്, നമ്മൾ മനസ്സിൽ തെരഞ്ഞെടുത്ത ആ പോസിറ്റീവ് ഇവന്റ് ഒന്ന് റീലിവ് ചെയ്യും. റീലിവ് ചെയ്യുന്നത് നമ്മൾ നോർമലി ഞങ്ങൾ ഉപയോഗിക്കുന്ന കമാൻഡുകൾ ഇതാണ്: അതേ സ്ഥലം കാണുക, അതേ സാഹചര്യങ്ങൾ കാണുക, അതേ വ്യക്തികളെ കാണുക, അന്ന് കേട്ട ശബ്ദങ്ങൾ കേൾക്കുക, അന്ന് കടന്നുപോയ അതേ വിചാരങ്ങളിലൂടെ കടന്നു പോവുക, അന്ന് അനുഭവിച്ച സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ ശ്രമിക്കുക. Try to relive it in its totality, in its fullness. എന്നിട്ടോ
ആ ഫുൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്ന വാക്കുകളില്, ഞാൻ എങ്ങനെ ജീവിച്ചാലാണ്, ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉയർന്നാലാണ്, ഞാൻ എപ്രകാരം പഠിച്ച് ജയിച്ചാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ ശുശ്രൂഷ മേഖലയിൽ പരിലസിച്ചാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ ബന്ധങ്ങളെ കാത്തുപാലിച്ചാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ കുടുംബത്തെ കാത്തു സൂക്ഷിച്ചാലാണ്, എപ്രകാരം ഞാൻ എൻ്റെ ജീവിതത്തെ വിജയത്തിൽ എത്തിച്ചാലാണ്, എന്നെ സ്നേഹിച്ച, എന്നെ കൈപിടിച്ച് നടത്തിയ, എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ വളർത്തിയ, എന്നെ തലോടിയ ആ വ്യക്തിക്കോ വ്യക്തികൾക്കോ എൻ്റെ ജീവിതം ഒരു ഗുരുദക്ഷിണയാവുക. How should I come up in my life so that my life will become a Guru Dakshina for that person or people? ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനം വരും. തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് ഇടത് കൈവെള്ളയിലേക്ക് വരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ആ കൈയങ്ങ് മുഷ്ടി അങ്ങ് ചുരുട്ടും, ആ കൈയങ്ങ് അടയ്ക്കും. എന്നിട്ടോ നല്ലൊരു തീരുമാനം എടുത്തതിന്റെ സന്തോഷത്തിൽ നമ്മൾ അല്പസമയം, say 5 to 10 seconds സ്പെൻഡ് ചെയ്യും. അത് മുറുക്കി തന്നെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വലത് കൈ തുറന്നു പിടിക്കും. വലത് കൈ തുറന്നു പിടിച്ചിട്ട് നമ്മൾ നമ്മളുടെ നെഗറ്റീവ് ഇവന്റ്, പെയിൻഫുൾ ഇവന്റ് റീലിവ് ചെയ്യും. അത് റീലിവ് ചെയ്ത് അതിന്റെ പരമാവധി വേദന അനുഭവിച്ചുകൊണ്ട്, അതിന്റെ വിഷമം അനുഭവിച്ചുകൊണ്ട്, പറ്റുമെങ്കിൽ ആ സീനിലായിരുന്നു കൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, ഞാൻ എങ്ങനെ വളർന്നാലാണ്, ഞാൻ എങ്ങനെ പഠിച്ചുയർന്നാലാണ്, ഞാൻ എങ്ങനെ എൻ്റെ ശുശ്രൂഷ മേഖലയിൽ പരിലസിച്ചാലാണ്, ഞാൻ എങ്ങനെ എൻ്റെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചാലാണ്, ഞാൻ എങ്ങനെ എൻ്റെ സൗഹൃദങ്ങളെ കാത്തു പാലിച്ചാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ നല്ല ശീലങ്ങളെ വളർത്തിയെടുത്താലാണ്, ചീത്ത ശീലങ്ങളെ ഉപേക്ഷിച്ചാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ ജീവിതത്തെ വിജയിപ്പിച്ചാലാണ്, എന്നെ തളർത്തിയ, എന്നെ വേദനിപ്പിച്ച, എന്നെ സങ്കടപ്പെടുത്തിയ, എന്നെ മുറിപ്പെടുത്തിയ, എന്നെ പിച്ചി ചീന്തിയ, എന്നെ ചവിട്ടി തേച്ച, എന്നെ ഒറ്റപ്പെടുത്തിയ, എന്നെ വഞ്ചിച്ച ആ വ്യക്തിക്കോ വ്യക്തികൾക്കോ എൻ്റെ ജീവിതം ഒരു മധുര പ്രതികാരമാവുക. How should I bring up my life so that my life will become a sweet revenge for that person or people? ക്ഷമിക്കണം, ഞാൻ റിവെഞ്ച് എന്ന പദം ഉപയോഗിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. പ്രതികാരം മനുഷ്യനുള്ളതല്ല എന്ന് പല മതങ്ങളും പഠിപ്പിക്കാറുണ്ട്. ഞാനും യോജിക്കുന്നു. ഞാൻ ഉപയോഗിച്ച വാക്ക് പ്രതികാരം എന്നുള്ളതല്ല, മധുര പ്രതികാരം എന്നുള്ളതാണ്. സ്വീറ്റ് റിവെഞ്ച്. സ്വീറ്റ് റിവെഞ്ചിന് എനിക്ക് കൊടുക്കാനുള്ള നിർവചനം ഇതാണ്. ഇപ്പോ പ്രസാദ് സാറാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഞാൻ ചുമ്മാ വെറുതെ പ്രസാദ് സാറിനോടൊന്ന് ചോദിക്കുകയാണ്, ആരെങ്കിലും അകാരണമായിട്ട് അൺജസ്റ്റ് വേയില് പ്രസാദ് സാറിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രസാദ് സാറാണോ ആ വേദനിപ്പിച്ച വ്യക്തികളാണോ ജീവിതത്തിൽ അവസാനം ചിരിക്കേണ്ടത്? Who should smile at the end? എന്റെ ഗസ് ഇതാണ്, പ്രസാദ് സാറ് മാത്രമല്ല, പ്രസാദ് സാറിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഐ ഷുഡ് സ്മൈൽ എന്ന് പറയും. പ്രസാദ് സാർ ഒരു പക്ഷെ പറയില്ല, അവര് ചിരിക്കണ്ട എന്ന് പറയില്ല. അവര് ചിരിച്ചാലും കൊള്ളാം, ചിരിച്ചില്ലേലും കൊള്ളാം, എനിക്ക് ചിരിക്കണം എന്ന തീരുമാനമാണ് സ്വീറ്റ് റിവെഞ്ച്. അകാരണമായിട്ട് മറ്റുള്ളവർ നമ്മളുടെ ജീവിതത്തിലേക്ക് വേദന തന്നിട്ടുണ്ടെങ്കിൽ ആ വേദനയിൽ നമ്മൾ തകർന്നടിയാൻ അനുവദിക്കില്ല എന്ന തീരുമാനമാണ് സ്വീറ്റ് റിവെഞ്ച്. ഐ വാണ്ട് ടു സ്മൈൽ അറ്റ് ദി എൻഡ് എന്ന തീരുമാനമാണ് സ്വീറ്റ് റിവെഞ്ച്. സോ ഇറ്റ് ഈസ് നോൺ വയലന്റ്, ഇറ്റ് ഈസ് അഹിംസാറ്റിക്. അഹിംസയിൽ ബേസ്ഡ് ആണ് സ്വീറ്റ് റിവെഞ്ച്. ആർക്കും ഒരു ദോഷവും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് പരാജയങ്ങളിൽ തളർന്നു പോകാതെ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് മെന്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ആവേശമാണ് സ്വീറ്റ് റിവെഞ്ച്. ആ സ്വീറ്റ് റിവെഞ്ച് മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈ കൈവെള്ളയിലേക്ക് വരാൻ അനുവദിക്കും, ആ കൈയും ചുരുട്ടും. ഇപ്പൊ രണ്ട് കൈയില് രണ്ട് തീരുമാനങ്ങളുണ്ട്. ഇനി ശ്രദ്ധിക്കുക,
ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ, നിങ്ങൾ വിശ്വാസികളല്ല എങ്കിൽ പ്രപഞ്ചത്തിലുള്ള, പ്രപഞ്ച ശക്തികളിലുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഈ 2 തീരുമാനങ്ങളെയും മുന്നോട്ട് നീട്ടിപ്പിടിക്കുക. എന്നിട്ടോ ഞാൻ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ആ 2 തീരുമാനങ്ങളെയും നിങ്ങൾ മെല്ലെ നെഞ്ചിന്റെ നടുവിലേക്ക് കൊണ്ടുവരും, ഇടനെഞ്ചിലേക്ക് കൊണ്ടുവരും. കൈ തുറക്കില്ല. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ച് ചെയ്യുക. എന്നിട്ട് എക്സസൈസിന്റെ ഒടുവിൽ നമുക്കതിനെ വിലയിരുത്തി റിവ്യൂ നടത്തി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. സംശയങ്ങളില്ല എങ്കിൽ നമുക്കിപ്പൊ എക്സസൈസ് ചെയ്യാം. ആരും ഇപ്പൊ നോട്ട് എഴുതാൻ ശ്രമിക്കരുത്. നോട്ട് എഴുതാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കേവലം പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഉറപ്പ് തരുന്നു, സ്റ്റീഫൻ സാറ് വഴി, അല്ലെ സെലീന മാം വഴി, അല്ലെ പ്രസാദ് സാറ് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്സസൈസിന്റെ നിർദ്ദേശങ്ങൾ തരുന്ന, അത് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള വീഡിയോ ക്ലിപ്സ് നിങ്ങൾക്ക് ഇട്ടുതരാം. അതിന്റെ ലിങ്കുകൾ ഇട്ടുതരാം. ഐ പ്രോമിസ് യു ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് നോട്ട് എഴുതേണ്ടി വരില്ല. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കാനായിട്ട് ശ്രമിക്കുക. അതിന്റെ പ്രധാന ഉൾക്കാഴ്ച എന്താണെന്ന് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കും. നിങ്ങൾ ഇത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടി എന്ന നിലയിൽ ഉപയോഗിക്കും. റൈറ്റ്? ഞാൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദിസ് എക്സസൈസ് ഈസ് ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് മൈ ലൈഫ്. എന്റെ ജീവിതം ഞാൻ അതിൽ ചാലിച്ചിട്ടുണ്ട്. അപ്പോ എനിക്കേറെ പ്രയോജനം ചെയ്ത ഒരു എക്സർസൈസ് ആണിത്. എന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് ഒരു വശത്ത്, മറുഭാഗത്ത് എനിക്കും എന്നിലൂടെ മറ്റു പലർക്കും വ്യത്യസ്തമായിട്ട് ജീവിതത്തെ നോക്കിക്കാണാൻ അവർക്ക് വലിയ ഉപകാരം കൊടുത്തിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു വലിയ സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ എക്സസൈസിലേക്ക് കടക്കുക. We cannot change our past, but we can definitely change the way we look at the past. I repeat, we cannot change our past, but we can definitely change the way we look at the past. നമുക്ക് ആർക്കും നമ്മുടെ ഭൂതകാലം തിരുത്തി എഴുതാനാവില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഭൂതകാലത്തെ നോക്കിക്കാണുന്ന രീതി മാറ്റാൻ പറ്റും. And that will make all the difference. എല്ലാവരും കയ്യും കാലും ഒന്ന് തുറന്നു വെച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാവുന്ന, മറ്റ് ശല്യങ്ങളില്ലാതെ ഇരിക്കാവുന്നിടത്തൊന്നിരുന്ന് വളരെ സമാധാനത്തോടെ ഒന്ന് കണ്ണടച്ചേ. ഒട്ടും ഫോഴ്സ്ഫുൾ അല്ലാതെ കണ്ണടയ്ക്കുക. എന്നിട്ട് ശ്വാസം എടുത്ത് വിടുക. ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുക. 2 or 3 തവണ ശ്വാസം എടുത്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇടത് കൈ നെഞ്ചിന്റെ ലെവലിൽ തുറന്നു പിടിക്കുക. Keep your left hand open in front of your chest. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായ, ഏറ്റവും ഹാപ്പിയായ നിങ്ങൾ തെരഞ്ഞെടുത്ത ആ സംഭവം ഇപ്പൊ മനസ്സിലൊന്ന് റീലിവ് ചെയ്തേ. അത് നടന്ന സ്ഥലം മനസ്സിൽ കണ്ടേ. അതിൽ ഉൾപ്പെട്ട സാഹചര്യങ്ങൾ മനസ്സിൽ കണ്ടേ. അതിൽ ഉൾപ്പെട്ട വ്യക്തികളെ മനസ്സിൽ കണ്ടേ. അന്ന് നീ കേട്ട ശബ്ദങ്ങൾ കേട്ടേ. അന്ന് നീ കടന്നുപോയ അതേ വിചാരങ്ങളിലൂടെ കടന്നുപോയിക്കേ. അന്ന് അനുഭവിച്ച സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ ഇപ്പൊ അനുഭവിച്ചേ. ആ ഫുൾ സന്തോഷം നിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അനുഭവിച്ചു നിൽക്കവേ നീ നിന്നോട് തന്നെ ചോദിക്കുക, ഞാൻ എപ്രകാരം വളർന്നാലാണ്, ഞാൻ എപ്രകാരം പഠിച്ചുയർന്നാലാണ്, ഞാൻ എപ്രകാരം എന്റെ ജീവിതം വിജയിപ്പിച്ചാലാണ്
ഞാൻ എപ്രകാരം എൻ്റെ കുടുംബ ബന്ധങ്ങളെ കാത്തുപാലിച്ചാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ നല്ല സൗഹൃദങ്ങൾ മാനിച്ചാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ നല്ല ശീലങ്ങളെ വളർത്തിയെടുത്താലാണ്, ദുശീലങ്ങളെ ഉപേക്ഷിച്ചാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ ജീവിതം വിജയിപ്പിച്ചാലാണ്, എന്നെ വളർത്തിയ, എന്നെ കൈപിടിച്ച് നടത്തിയ, എന്നെ കൈപിടിച്ചുയർത്തിയ, എന്നെ പ്രോത്സാഹിപ്പിച്ച, എനിക്ക് സ്നേഹം പകർന്ന, എനിക്ക് വാത്സല്യം പകർന്ന ആ വ്യക്തിക്കോ വ്യക്തികൾക്കോ എന്റെ ജീവിതം ഒരു ഗുരുദക്ഷിണയാവുക. How should I come up in my life so that my life will become a Guru Dakshina for that person or people? ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് മനസ്സിൽ ഒരു തീരുമാനം വരും. ആ തീരുമാനം തുറന്നു പിടിച്ചിരിക്കുന്ന ഇടത് കൈവെള്ളയിലേക്ക് വരാൻ അനുവദിക്കുക. വന്നു കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ ആ കൈ ചുരുട്ടുക. How should I come up in my life so that my life will become a Guru Dakshina for that person or people? ഞാൻ എപ്രകാരം ജീവിച്ചാലാണ്, എപ്രകാരം വളർന്നാലാണ്, എപ്രകാരം എൻ്റെ ജീവിതം വിജയിപ്പിച്ചാലാണ് എന്നെ വളർത്തിയ, എന്നെ കൈപിടിച്ചുയർത്തിയ, എന്നെ പ്രോത്സാഹിപ്പിച്ച ആ വ്യക്തിക്കോ വ്യക്തികൾക്കോ എൻ്റെ ജീവിതം ഒരു ഗുരുദക്ഷിണയാവുക. ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് മനസ്സിൽ ഒരു തീരുമാനം രൂപപ്പെടും. ആ തീരുമാനം ഇടത് കൈവെള്ളയിലേക്ക് വരാൻ അനുവദിക്കുക. വന്നു കഴിഞ്ഞാലുടൻ ആ കൈ ചുരുട്ടുക. കൈ ചുരുട്ടി കഴിഞ്ഞാൽ 5 to 10 seconds നല്ല ഒരു തീരുമാനം എടുത്തതിന്റെ സന്തോഷത്തിലായിരിക്കുക. ആ കൈ അങ്ങനെ തന്നെ മുഷ്ടി ചുരുട്ടി, കൈ ചുരുട്ടി പിടിക്കുക, തുറക്കരുത്. അതങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് തന്നെ വലത് കൈവെള്ള തുറന്നു പിടിക്കുക. കണ്ണടച്ച് വലത് കൈവെള്ള തുറന്നു പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതിൽ ഏറ്റവും വേദനാജനകമായ, മറ്റുള്ളവർ കാരണം ഉണ്ടായ ഏറ്റവും വലിയ വേദന, നിങ്ങൾ മനസ്സിൽ തെരഞ്ഞെടുത്തു വെച്ചിരിക്കുന്ന ആ സംഭവം ഇപ്പൊ മനസ്സിലൊന്ന് റീലിവ് ചെയ്തേ. അത് നടന്ന സ്ഥലം മനസ്സിൽ കണ്ടേ. അതിലുൾപ്പെട്ട സാഹചര്യങ്ങൾ മനസ്സിൽ കണ്ടേ. അതിലുൾപ്പെട്ട വ്യക്തികളെ മനസ്സിൽ കണ്ടേ. അന്ന് നീ കേട്ട ശബ്ദങ്ങൾ കേട്ടേ. അന്ന് കടന്നുപോയ അതേ വിചാരങ്ങളിലൂടെ കടന്നുപോയിക്കേ. അന്ന് അനുഭവിച്ച സങ്കടം അതിന്റെ പാരമ്യത്തിൽ ഇപ്പൊ അനുഭവിച്ചേ. ഫീൽ ഇറ്റ് ഇൻ എവറി സെൽ ഓഫ് യുവർ ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ആ ഫുൾ വേദനയിൽ കത്തി നിൽക്കുമ്പോ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എപ്രകാരം ജീവിച്ചാലാണ്, ഞാൻ എപ്രകാരം പഠിച്ചുയർന്നാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ കുടുംബത്തെ കാത്തു പാലിച്ചാലാണ്, ഞാൻ എപ്രകാരം എൻ്റെ ദുശീലങ്ങളെ ഉപേക്ഷിച്ചാലാണ്, എൻ്റെ നല്ല ശീലങ്ങളെ വളർത്തിയെടുത്താലാണ്, എന്നെ വേദനിപ്പിച്ച, എന്നെ സങ്കടപ്പെടുത്തിയ, എന്നെ മുറിപ്പെടുത്തിയ, എന്നെ പിച്ചി ചീന്തിയ, എന്നെ ചവിട്ടി തേച്ച ആ വ്യക്തിക്കോ വ്യക്തികൾക്കോ എൻ്റെ ജീവിതം ഒരു മധുര പ്രതികാരമാവുക. How should I come up in my life so that my life will become a sweet revenge for that person or people? ഞാൻ എപ്രകാരം ജീവിച്ചാലാണ് എൻ്റെ ജീവിതം എന്നെ വേദനിപ്പിച്ച ആ വ്യക്തിക്കോ വ്യക്തികൾക്കോ ഒരു മധുര പ്രതികാരമാവുക. ആ ചോദ്യത്തിന് ഉത്തരമായി മനസ്സിലൊരു തീരുമാനം വരും. ആ തീരുമാനം വലത് കൈവെള്ളയിലേക്ക് വരാൻ അനുവദിക്കുക. വന്നു കഴിഞ്ഞാലുടൻ ആ കൈയും ചുരുട്ടുക. നല്ലൊരു തീരുമാനം എടുത്തതിന്റെ സന്തോഷത്തിൽ അല്പസമയമായിരിക്കുക. ഈ രണ്ട് തീരുമാനങ്ങളും നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ, പ്രപഞ്ചത്തിലുള്ള വിശ്വാസത്തോടെ
യൂണിവേഴ്സൽ പവറിലുള്ള വിശ്വാസത്തോടെ കണ്ണടച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീട്ടി പിടിച്ചേ. എന്താ ചെയ്യുന്നത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ നീട്ടിപ്പിടിച്ച 2 തീരുമാനങ്ങളെയും കൈമുഷ്ടി തുറന്നിട്ടില്ല, നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ നീട്ടിപ്പിടിച്ചുകൊണ്ട് മെല്ലെ ആ 2 തീരുമാനങ്ങളെയും നിങ്ങളുടെ ഇടനെഞ്ചിലേക്ക് കൊണ്ടുവന്നേ. സാവധാനം കൊണ്ടുവന്ന് നെഞ്ചിന്റെ നടുവിൽ അത് എത്തിച്ചതിന് ശേഷം നിങ്ങൾ ഇപ്രകാരം സങ്കല്പിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചകം തുറക്കാൻ കഴിവുണ്ടെന്ന് സങ്കല്പിച്ചേ. നെഞ്ചകം തുറന്ന് ഹൃദയം പിളർക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് സങ്കല്പിച്ചേ. നിങ്ങളുടെ നെഞ്ചു പിളർന്ന് ഹൃദയം തുറന്ന് ഹൃദയത്തിനകത്തൊരു കുഴിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചേ. ആ കുഴിയിലേക്ക് ഒരു വിത്ത് പോലെ നിങ്ങൾ എടുത്ത ഈ തീരുമാനങ്ങളെ നിക്ഷേപിച്ചേ. വിത്തുപോലെ തീരുമാനങ്ങളെ ആ കുഴിയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് കൈമെല്ലെ തുറന്നേ. എന്നിട്ട് ഒരു വിത്ത് നടുമ്പോൾ എന്തു ചെയ്യുമോ അതെല്ലാം ചെയ്തേ. മണ്ണിട്ടേ, വളമിട്ടേ, വെള്ളമൊഴിച്ചേ, ഹൃദയം മൂടിക്കേ, നെഞ്ചകം മൂടിക്കേ. എന്നിട്ട് നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ വിശ്വാസപ്രകാരം എപ്രകാരം പ്ലേസ് ചെയ്യുന്നതായിരിക്കുമോ ആ വിത്തിനെ ബ്ലസ് ചെയ്യാൻ യുക്തം, ആ രീതിയിൽ നിങ്ങളുടെ കൈ ആ വിത്തിന് മീതെ നെഞ്ചിൽ വെക്കുക. ഉദാഹരണത്തിന് ഒരു ക്രിസ്ത്യാനിക്ക് കൈകൾ കുരിശാകൃതിയിൽ വെക്കാം, ടു ബ്ലസ് ദ സീഡ്. നിങ്ങളുടേതായ മതവിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന രീതിയിൽ കൈകൾ ആ വിത്തിന് മീതെ വെച്ച് ബ്ലസ് ദ സീഡ്. ആ വിത്തിനെ ആശീർവദിച്ചേ. ആ വിത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടുകൊണ്ടിരുന്നേ. അത് ഈർപ്പം വലിച്ചെടുക്കുന്നത്, അത് മറ്റു ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത് തിരിച്ചറിഞ്ഞേ. അതിന്റെ ഉള്ളിൽ ജീവൻ ത്രസിക്കുന്നത് തിരിച്ചറിഞ്ഞേ. ജീവന്റെ ത്രസിപ്പ് ഒരു പ്രത്യേക കടമ്പ കടക്കുന്നത് വരെ അത് വിസ്തൃതമായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടേ. See the seed as expanding. See life as thriving inside. ആ ജീവന്റെ ത്രസിപ്പ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ജീവന്റെ വിസ്ഫോടനത്തിന് കാരണമാകുന്നതായിട്ട് കണ്ടേ. ആ വിത്ത് പൊട്ടുന്നതായിട്ട് കണ്ടേ. അതിൽ നിന്ന് വേര് പുറത്തു വരുന്നതായിട്ട് കണ്ടേ. അതിൽ നിന്ന് നാമ്പ് പുറത്തു വരുന്നതായിട്ട് കണ്ടേ. അതൊരു തയ്യായി രൂപപ്പെടുന്നതായിട്ട് കണ്ടേ. ആ തൈ ഒരു മരമായി വളരുന്നതായിട്ട് കണ്ടേ. ആ മരം പടർന്ന് പന്തലിക്കുന്നതായിട്ട് കണ്ടേ. ആ മരത്തിൽ ഏറെ ശിഖരങ്ങൾ ഉണ്ടായി വരുന്നതായിട്ട് കണ്ടേ. പടർന്നു പന്തലിച്ച ആ മരത്തിന്റെ തണലിൽ വിശ്രമിക്കാൻ മൃഗങ്ങളും മനുഷ്യരും എത്തുന്നതായിട്ട് കണ്ടേ. പടർന്നു പന്തലിച്ച ആ മരത്തിന്റെ ശിഖരങ്ങളിൽ കൂടുകൂട്ടാൻ കിളികളും അണ്ണാറക്കണ്ണന്മാരും എത്തുന്നതായിട്ട് കണ്ടേ. ആ മരം പൂത്തുലയുന്നതായിട്ട് കണ്ടേ. ആ പൂക്കൾ കായ്കളായി മാറുന്നതായിട്ട് കണ്ടേ. ആ കായ്കൾ മൂത്ത് പഴുക്കുന്നതായിട്ട് കണ്ടേ. അത് പഴുത്തു തുടുക്കുന്നതായിട്ട് കണ്ടേ. ആ പഴങ്ങൾ കൊത്തി തിന്നാൻ പക്ഷികളും അത് പറിച്ചു തിന്നാൻ കുഞ്ഞുങ്ങളും ഓടിയെത്തുന്നതായിട്ട് കണ്ടേ. ചുവട്ടിൽ വീണ് കിടക്കുന്ന പഴങ്ങൾ തിന്നാൻ മൃഗങ്ങളും മനുഷ്യരും എത്തുന്നതായിട്ട് കണ്ടേ. Now see your tree in full fruition. പൂർണ്ണമായ സമൃദ്ധിയിൽ നിങ്ങളുടെ മരത്തെ കണ്ടുകൊണ്ട് നിന്നേ. കണ്ണടച്ച് ഒരാനന്ദലഹരിയിൽ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽഭാഗം ഒരു നൃത്തത്തിൽ എന്ന വണ്ണം ചലിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മരത്തെ പൂർണ്ണ സമൃദ്ധിയിൽ കണ്ടേ. എൻജോയ് സീയിങ് യുവർ ട്രീ ഇൻ ഫുൾ ഫ്രൂഷൻ. പൂർണ്ണമായ സമൃദ്ധിയിൽ നിങ്ങൾ നിങ്ങളുടെ മരത്തെ കാണുക. മെല്ലെ കൈകൾ കൂട്ടി തിരുമി
ആ കൂട്ടിത്തിരുമിയ കൈകൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകളെയും നിങ്ങളുടെ മുഖത്തെയും ഒന്ന് ഒഴിഞ്ഞേ. എന്നിട്ട് മെല്ലെ കണ്ണ് തുറക്കുക. ആർക്കെങ്കിലും ഒരാൾക്കല്ലേ 2 പേർക്ക് ഇപ്പൊ ഇത് ചെയ്തപ്പോ ഉണ്ടായ ഫീല് മാത്രം ഒന്ന് പറയാമോ? കണ്ടന്റ് പറയരുത്, നിങ്ങൾ എന്തിനാണ് ചെയ്തത് എന്ന് പറയരുത്. ജസ്റ്റ് ദ ഫീൽ യു ഗോട്ട് ആഫ്റ്റർ ഡൂയിങ് ദി എക്സസൈസ്. 1 or 2 പേരൊന്ന് പറയാമോ? ഓൾഡ് സ്റ്റുഡന്റാ. നേരത്തെ അച്ഛനെ ഇത് ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് ഇപ്പം ആ മരം ഞാനാണെന്ന് മനസ്സിലായി. ഓക്കെ. വേറെ ആരെങ്കിലും? ഒരാള് കൂടെ. Father, evening. Yes. I'm happy Good about the decisions I made. God bless. Yeah. ഓക്കെ. ഇനി ഞാൻ 3 സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് പറയാം. അത് നിങ്ങളെ കുറിച്ചാണെങ്കിൽ പെട്ടെന്ന് യെസ് എന്ന് പറയാം. യെസ് എന്ന് മാത്രം പറയുക, നമുക്ക് പെട്ടെന്നൊരു ഫീല് കിട്ടാനാണ്. ഞാൻ 3 സ്റ്റേറ്റ്മെന്റ്സാ പറയുക. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ കുറിച്ചാണെങ്കിൽ യെസ് എന്ന് പറയണം. ഓക്കെ. ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ പറഞ്ഞോണം വെദർ ഇറ്റ് ഈസ് അബൌട്ട് യു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ 2 കൈയിലും എടുത്ത തീരുമാനങ്ങൾ they were the same. Yes. Okay. രണ്ടാമത്തെ സെന്റൻസ്, നിങ്ങൾ ഒരു വിത്തേ നട്ടുള്ളൂ. മൂന്നാമത്തെ സെന്റൻസ്, നിങ്ങൾ 2 വിത്ത് നട്ടു, ഒരു മരമേ മുളച്ചുള്ളൂ. ഓക്കെ. ഈ 3 സെന്റൻസിൽ ഒരുമാതിരിപ്പെട്ട ഏത് ഗ്രൂപ്പിലും ഈ 3 സെന്റൻസിൽ ഏതെങ്കിലും ഒന്നിന് ഒട്ടുമിക്കവരും ഒരു 90% എബവ് യെസ് പറയാനാണ് സാധ്യത. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ യെസിന്റെ അർത്ഥം ഞാൻ പറയാൻ പോവാണ്. വെദർ ദ ഹാപ്പി ഇൻസിഡന്റ് ഓർ ദ സാഡ് ഇൻസിഡന്റ്, both were given into our life by the same God, by the same power, from the same source, and the purpose of both are the same. What is it? My uplift. എന്നെ ഉയർത്തിക്കൊണ്ടുവരലാണ്, എന്നെ വിജയത്തിലേക്ക് നയിക്കലാണ് അതിന്റെ ഉദ്ദേശം. സന്തോഷമായാലും സങ്കടമായാലും രണ്ടും എനിക്ക് അനുവദിച്ചു തന്നത് എന്റെ ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തികളാണ്. And the purpose of both are the same. ഇനി വീണ്ടും കേൾക്കുക ആ ഗാന്ധിയൻ പറച്ചിൽ, unearned suffering is redemptive. ഇനി വീണ്ടും കേൾക്കുക നാലപ്പാട്ടിന്റെ കണ്ണുനീർത്തുള്ളിയിലെ ആ വരികൾ, ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെ എന്തോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. ഇനി നിങ്ങള് ജസ്റ്റ് ഒരു 1 അല്ലെങ്കിൽ 2 എന്റെ സ്വീറ്റ് റിവെഞ്ചസ് വെറുതെ ഒന്ന് കേൾക്കുക. ഞാൻ വളരെ കുഞ്ഞുനാളിൽ തൊട്ട് ഏതാണ്ട് ഒരു 18-19 വയസ്സ് തൊട്ട് തന്നെ ട്രെയിനിങ് മേഖലയിൽ ഇറങ്ങാൻ ആഗ്രഹിച്ച ആളാ. എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു ക്ലാസ് എടുക്കാൻ. അധ്യാപക കുടുംബത്തിൽ നിന്ന് വന്നത് കൊണ്ടായിരിക്കാം എപ്പോഴും അതിന് അവസരം ഞങ്ങൾക്ക് ബാച്ചുകാർക്ക് കിട്ടുമ്പോഴും ഞാൻ പോകാൻ ആഗ്രഹിക്കും. പക്ഷെ എന്റെ അധികാരികൾ എന്നെ വിടത്തില്ല. കാരണം ഞാൻ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാ. അപ്പം പ്രായത്തിൽ മുഴുപ്പുള്ള എന്റെ മറ്റു കൂട്ടുകാര് പോകും. സങ്കടത്തോടെ ഞാൻ അവര് പോകാൻ തുടങ്ങുമ്പോ പ്ലാൻ ചെയ്യുമല്ലോ, പ്ലാൻ ചെയ്യുമ്പോഴും തിരിച്ചു വന്നവർ ഇവാലുവേഷൻ നടത്തുമ്പോഴും അവരെന്തൊക്കെ പറയുന്നു എന്ന് ഞാൻ കേൾക്കുമായിരുന്നു. ഒളിച്ചു നിന്ന് കേൾക്കുന്ന രീതിയല്ല, അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കേൾക്കും. ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുറിയിൽ പോയി നോട്ട്ബുക്കില് ഡയറിയിൽ എഴുതി വെക്കുമായിരുന്നു.
ഇന്ന് എന്റെ ആ കൂട്ടുകാരൊക്കെ വലിയ വലിയ നിലകളിലാ. പലരും പ്രിൻസിപ്പൽസ് ആണ്, റെക്ടേഴ്സ് ആണ്, മാനേജേഴ്സ് ആണ്, ഡയറക്ടേഴ്സ് ആണ്, ഒരാൾ XLRIയിൽ അധ്യാപകനാണ്. അവരൊക്കെ ചിലപ്പോൾ എങ്കിലും എന്നെ ഏതെങ്കിലും സെഷൻസിന് വിളിക്കാൻ സാധ്യതയുണ്ട്. വിളിക്കുമ്പോ അവര് ചോദിക്കുന്ന, ടോബി ഇന്ന ഡേറ്റ് ഫ്രീ ആണോ? മിക്കവാറും എന്റെ ഡേറ്റ് ഫ്രീ അല്ലായിരിക്കും. ഇനി അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അവര് നിരാശപ്പെടില്ല. അവരെന്നോട് ആവശ്യപ്പെടും, ടോബിയച്ച ദയവ് ചെയ്ത് അച്ഛന്റെ ആദ്യത്തെ 6 പുസ്തകങ്ങളുടെ ഓരോ കോപ്പി അയക്കാമോ? ഞാൻ ചോദിക്കുക, എന്തിനാ? നിനക്ക് വരാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ തന്നെ ക്ലാസ് എടുത്തോളാം, കണ്ടന്റ് അയച്ചതാ. വിത്ത് ഓൾ റെസ്പെക്ട് ആ കൂട്ടുകാരോട്, ആ സഹോദരങ്ങളോട് എല്ലാ ആദരവോടെയും ഞാൻ പറയുവാണ്, എന്റെ ആ പൊന്നു സഹോദരങ്ങൾക്ക് അറിയത്തില്ല ആ പുസ്തകങ്ങളുടെ ആദ്യ കണ്ടന്റ് ആയത് അവര് പ്ലാൻ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്, അവര് വിലയിരുത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന്. കേട്ടോളൂ. ഉൾപ്പെടുത്തപ്പെടാഞ്ഞതിനെ കുറിച്ച് വിഷമത്തോടെ ഞാൻ എന്നെയും മറ്റുള്ളവരെയും എന്നെ ഇടിച്ചു താത്തിയും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ഗ്രോൺ ദിസ് മച്ച്. എന്നാൽ അവരുടെ വായിൽ നിന്ന് പൊഴിഞ്ഞത് നോട്ടായിട്ട് മാറ്റിയത് കൊണ്ട്, അത് പുസ്തക രൂപത്തിൽ ഇറക്കാൻ സാധിച്ചത് കൊണ്ട്, ഞാൻ ഓർഡൈൻഡ് ആയി അച്ഛനായി ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഞാൻ പറയുക ഇതാണ്, the field was ready to receive me as the author of those books. ഇതാണ് സ്വീറ്റ് റിവെഞ്ച്. ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. കേൾക്കുന്നില്ല. അച്ഛൻ മ്യൂട്ടായി പോയി. കേൾക്കുന്നില്ല. ഞാൻ ക്ലോസ് ചെയ്യാണ്. ഫൈനൽ റിമാർക്സിന് വേണ്ടി അധികാരപ്പെട്ടവർക്ക് കൈമാറുന്നു. ഒരു കോള് വന്നപ്പോ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായതാ. താങ്ക് യു. ഓക്കെ, താങ്ക് യു അച്ഛ. ചോദ്യങ്ങൾ ചോദിക്കാലോ, സംശയങ്ങൾ ചോദിക്കാലോ. ഓ, ഇത് ഫീഡ്ബാക്കിനും സംശയങ്ങൾക്കും ആദ്യം സംശയങ്ങൾ ചോദിക്കാം എല്ലാവരും. സലീനയാണ്. ഐ എം റിയലി സോറി. ഞാൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുറേ ഡിസ്റ്റർബൻസസിലാണ് മുഴുവൻ കേട്ടത്. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അച്ഛൻ്റെ ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കും. അച്ഛാ, സ്നേഹം ചോദിക്കട്ടെ. ഈ 2 സീഡും നമ്മൾ ഒരേ രൂപത്തിൽ നട്ടു, അത് രണ്ടും മുളയ്ക്കാതിരിക്കുന്ന സാഹചര്യവും അല്ലെങ്കിൽ അത് ഒന്ന് മാത്രം മുളയ്ക്കുന്ന സാഹചര്യവും, അതിനെക്കുറിച്ച് ഒന്നുകൂടെ അച്ഛനൊന്ന് വിശദീകരിക്കാമോ? ഇതേ ഉള്ളൂ. ഞാൻ ഈ എക്സസൈസ് യൂഷ്വലി കൊടുക്കുക ഞങ്ങളുടെ ബേസിക് പ്രോഗ്രാമിലല്ല, അഡ്വാൻസ് പ്രോഗ്രാമിലാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, അതിനുള്ളിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹീലിംഗിലൂടെ വ്യക്തി കടന്നുപോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മള് വിത്ത് മുളയ്ക്കുന്നതായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കാത്തതായിട്ട് അവർ കാണത്തില്ല, അത്രയും നെഗറ്റീവ് ആയിരിക്കില്ല. ഓക്കെ. ഒരു ഞാൻ പറയുന്നത്, ഏറ്റവും മിനിമം അവർക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിന്റെ വെന്റിലേഷൻ എങ്കിലും നമ്മൾ നേരത്തെ നടത്തിയിട്ടാണ് ഈ സ്റ്റേജിലേക്ക് അവരെ കൊണ്ടുപോവുക. ഓക്കെ. താങ്ക് യു. താങ്ക് യു അച്ഛാ. താങ്ക് യു. താങ്ക് യു. ഞാനിത് 2ാമത്തെ പ്രാവശ്യം അച്ഛനോടത്തിൽ ഈ എക്സസൈസ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈം. But this time it was more effective. More effective, I felt. Yeah. More effect on me. Thank you so much. Thank you. So finally, ഈ പറഞ്ഞ theory is fantastic when you look back.
When you look back on your own life, you can see wherever you succeeded, wherever you achieved success, all were a sweet revenge on some happening which hurt you, Exactly. some incidents which you made you sad. You were trying for a sweet revenge. Okay, I will make them. I will do it. I will show them. I will make them to appreciate me. This is that sweet revenge which actually made anyone, if you look back in life, you made a success story. താങ്ക് യു, താങ്ക് യു. ഞാനൊരു ഫൈനൽ കമന്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ഞാൻ ഉപയോഗിച്ച സ്വീറ്റ് റിവെഞ്ച് എന്നുള്ള വാക്കും ഞാൻ ഉപയോഗിച്ച സക്സസ് സ്റ്റോറി എന്നുള്ള വാക്കും നിങ്ങൾ ഒരുമിച്ച് എടുക്കണം. Those who do sweet revenge will definitely move towards writing their own success story. അവർക്ക് പിന്നെ അവരുടെ കഥ എഴുതിയാൽ അത് വിജയ കഥയാക്കിയേ എഴുതാനാവൂ. എല്ലാവർക്കും അതിനുള്ള ആശംസകൾ. No, whatever I wanted to say, Father has snatched it from my mouth. Father, actually, I am on the pursuit of writing in my experience, both bitter as well as pleasure. അച്ഛൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ട്രൂലി ഇറ്റ് വാസ് എൻ ഒഡീസി. ഐ മസ്റ്റ് ടെൽ യു, നല്ലൊരു വലിയൊരു യാത്രയായിരുന്നു, അഡ്വഞ്ചറസ് യാത്രയായിരുന്നു. തീർച്ചയായിട്ടും വളരെ നന്ദി. ഞാൻ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന തിക്താനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വീറ്റ് റിവെഞ്ച്, അവരോട് ഞാൻ നേടിയെടുത്തുകൊണ്ട് അവരെന്താണോ എനിക്ക് നിഷേധിച്ചത് അത് നേടിയെടുത്തുകൊണ്ടുള്ള ആ ഒരു അനുഭവമാണ് എനിക്ക് ഏറ്റവും തോന്നിയത്. ഞാനൊരിക്കലും അത് മനസ്സിൽ അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയിരുന്നില്ല. ഈ ഒരു ക്ലാസ്സിലൂടെ അതെനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു സത്യത്തിൽ. ഐ ഹാവ് ടേക്കൻ എ സ്വീറ്റ് റിവെഞ്ച് upon that. ഞാൻ അവരോട് പോയി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, but I know that I am taking a sweet revenge upon that. Maybe because due to circumstances, I was denied many opportunities while in service and outside. So എനിക്കതൊരു വലിയൊരു അനുഭവമായിരുന്നു. Father, thank you very much. Thank you. താങ്ക് യു രവിജ. Thank you, thank you, ma'am. നേരത്തെ ഒരു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 2020 ബാച്ചില് WHRDയുടെ. ഓക്കെ. അപ്പൊ ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി താങ്ക്സ്. KCTTന്റെ എല്ലാ സംഘാടകരോടും, എന്റെ ജോസഫ് സാറും പടയാട്ടി സാറും എല്ലാരോടും പ്രത്യേകം സ്നേഹവും നന്ദി അറിയിക്കുന്നു. രവിയച്ചനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ക്ലാസ് ചെയ്യാൻ പറ്റി. Rivech, I just want to share with you one experience of mine. Yes. ഒന്നര വർഷം മുമ്പ് ഇറ്റലിയിലെ one person hurt me a lot, pained me through her words. And after 1 year, I went there and I wanted to shake hand with that person, to reconcile with that sweet revenge, that sweet revenge. But that person refused my gesture, but that did not affect me. It did not affect me much, that refusal. I still decided to continue that sweet revenge. നമ്മള് സ്വീറ്റ് റിവെഞ്ചിലേക്ക് മൂവ് ചെയ്തു. അവരവിടെ തന്നെ നിൽക്കുക. അതെ. We have healed and we are moving on. അവരവിടെ സ്റ്റക്കായി നിൽക്കുക. അതുകൊണ്ടാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. But then I was not affected by that. I just continued to. അതെ. Next time also when I meet that person, I will, that sweet revenge, I will try to shake hand with that person. Sure. Yeah. ഇനി ആരാണ് പറയണത്? അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങുകൾ അവസാനിപ്പിക്കാനായിട്ട് ഒരു നന്ദി പ്രകടനം എനിക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. പറഞ്ഞോളൂ സതീഷ്. എന്തായാലും പോൾ സാറെ താങ്ക് യു. അച്ഛന്റെ ക്ലാസ് വളരെ ടച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനുള്ളൊരു അവസരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. എനിക്കൊരു ചോദ്യമുള്ളത്, മറ്റൊരാൾ നമ്മൾ വിഷമിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മളിത് കണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ
ഇത് നമ്മളുടെ സാഹചര്യം അല്ലെങ്കിൽ നമുക്കൊരു കഴിവില്ല, ലിമിറ്റിംഗ് ബിലീഫ് ആയിട്ട് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കുറച്ച് കാണുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിനെ ഓവർകം ചെയ്യാനും ഈ ഒരു പ്രാക്ടീസിലൂടെ സാധിക്കുമോ, അതല്ലെങ്കിൽ അതിന് മറ്റേതെങ്കിലും മാർഗമുണ്ടോ എന്നൊന്ന് അച്ഛൻ എന്ന് പറയുമോ? ഈ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഏജൻസ് വഴി വന്നതാണെങ്കിലാണ് കൂടുതൽ പഞ്ച് ഉണ്ടാവുക. മറ്റുള്ളവർ വഴി വന്നതാണെങ്കിൽ, ഇനി നമ്മുടെ തന്നെ ഉള്ളിലുള്ളതാണെങ്കിൽ അതിനെ നമുക്കൊരാൾ രൂപം കൊടുത്ത് സങ്കല്പിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആകും. പക്ഷെ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് ഡൗട്ടാ. ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലൈവായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം, അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നതൊക്കെ കാണാം. അപ്പൊ ഞങ്ങൾ ചെന്ന് തലയിൽ ജസ്റ്റ് തൊടും. അപ്പൊ അവരോട് പറയും കണ്ണ് തുറക്കരുത്, കണ്ണ് തുറന്നാൽ നിങ്ങൾ ഞങ്ങളെ കാണുള്ളൂ, കണ്ണ് തുറന്നില്ലെങ്കിൽ യു മേ സീ ദ പേഴ്സൺ ഹും യു വാണ്ട് ടു സീ. അപ്പൊ ആ തരത്തിൽ ലൈവായിട്ട് നമുക്ക് നല്ല റിസൾട്ടോട് കൂടി അവരെ കാണാനായിട്ട് സാധിക്കും ഇഫ് ഇറ്റ് ഈസ് ഫ്രം ആൻ ഏജന്റ്. അതേസമയം നമ്മളുടേതാണെങ്കിൽ നമ്മൾ മറ്റ് എക്സസൈസുകൾ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് വെന്റിലേഷൻ മെത്തേഡുകളിലാണെങ്കിൽ എനിക്ക് എന്നോടുള്ള ദേഷ്യം എനിക്ക് അടിച്ചു തീർക്കുകയോ ഷൗട്ട് ചെയ്ത് തീർക്കുകയോ ഒക്കെ ചെയ്യാം. അതേസമയം ഇവിടെ ഇറ്റ് ഈസ് ടു ഔട്ട്സൈഡ് ഫോഴ്സസ്. അപ്പൊ ആ വിധത്തില് പോസിറ്റീവ് വന്നാൽ ഗുരുദക്ഷിണ, നെഗറ്റീവ് ആണെങ്കിൽ സ്വീറ്റ് റിവെഞ്ച്. അപ്പൊ ഒരു ഇമ്പാക്റ്റ് കൂടി നിൽക്കുന്നത് ഏജൻസ് വഴി വരുമ്പോഴാണ്. ഓക്കെ. നമസ്കാരം ഫാദർ. യെസ് മാം. ഹിതയാണ്. താങ്ക് യു പറയാൻ വേണ്ടി മാത്രം, വേറെ ഒന്നും പറയാനില്ല. കുറെ കാലത്തിന് ശേഷം താങ്ക് യു ഫാദർ. താങ്ക് യു. ഫാദർ ഗുഡ് ഈവനിങ്. ഞാൻ WHRD സ്റ്റുഡന്റ് ഫാദറിന്റെ. ഫാദറിന്റെ ആലുവയിലോ അവിടുത്തെ ഓഫീസിൽ വന്ന് ഫാദറിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, വീണ്ടും കാണാൻ പറ്റിയതിലും ഒരു ക്ലാസ് കൂടെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്ന ഈ ഒരു അവസരത്തിന് വളരെ താങ്ക്സ്. താങ്ക് യു. ഇനി ആരാണുള്ളത്? സർ, ട്രെയിനിങ് സെന്ററിന്റെ നമ്പർ കിട്ടുമോ? ട്രെയിനിങ് ഒന്നുകൂടെ അച്ഛന്റെ ട്രെയിനിങ് സെന്ററിന്റെ നമ്പർ ഒന്ന് പറഞ്ഞത്. എന്റെ നമ്പർ തന്നെയാണ് 8547597883. I repeat 8547597883. ഞാൻ ആ വീഡിയോ ലിങ്കുകളുടെ കൂട്ടത്തില് നമ്പറും കൂടെ അയച്ചേക്കാം. പറയാനുണ്ടോ? മാത്യു. ഗുഡ് ഈവനിങ് അച്ഛാ. ഗുഡ് ഈവനിങ് മാം. ഞാന് ഇതുപോലെ ഒരു സ്വീറ്റ് റിവെഞ്ചിലൂടെ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരാളോട്. പക്ഷെ അച്ഛന്റെ ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഈ സ്വീറ്റ് റിവെഞ്ച് വളരെ സക്സസ്ഫുൾ ആയി വരുമെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സോ ഐ വിൽ കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. അപ്പോ ഇന്നത്തെ ഈ സായാഹ്നം വളരെ സമ്പുഷ്ടമാക്കാൻ ഫാദർ ടോബി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ ഏതായാലും വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു സ്പിരിച്വൽ NLP എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അത്രയും ഗംഭീരമായിട്ട് എല്ലാവരെയും ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. 75-ൽ കൂടുതൽ ആളുകൾ ഇത് ശ്രദ്ധിക്കാനായിട്ട് വന്നു. അച്ഛന് KCTVന്റെ പേരിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. താങ്ക് യു സർ. അതുപോലെ ഞങ്ങളുടെ പ്രസിഡന്റ് സെലീന മാഡം, സെക്രട്ടറി സൈജു, പിന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്റ്റീഫൻ സാറ് തുടങ്ങിയ ഞങ്ങളുടെ പ്രശസ്ത വ്യക്തികൾക്ക് എൻ്റെ പ്രത്യേക നന്ദി.
തെഹസിനോട് ഒരു പ്രത്യേകം നന്ദി പറയുകയാണ്. ഇവിടെ ഈ വെബിനാർ എന്നും സക്സസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗോഡ് ബ്ലെസ്. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു അച്ഛാ. താങ്ക് യു.